ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടിച്ചത്? ഈ സംഭവ സ്ഥലത്തോട് ചേർന്നാണോ അതോ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? പോലീസിന്റെ വലയിലാകുന്നത് എങ്ങനെയാണ്? അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അയാൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഫോണിൽ വിളിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കണ്ണനിലേക്ക് വരാം. ഇപ്പോൾ സമീപവാസികൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരാളുടെ പ്രതികരണം കേട്ടതിന് പ്രവർത്തനമാണ്. ഞങ്ങളുടെ പഴയ വാർഡ് പ്രസിഡന്റ് കൂടിയാണ് പുള്ളി. അതുകൊണ്ട് നല്ല ആക്റ്റീവ് പാർട്ടി പ്രവർത്തനം. SNDPയുടെ ശാഖ സെക്രട്ടറിയും കൂടാ പുള്ളിയുടെ ഫാമിലിയായിട്ട് ചെറിയ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഫാമിലി ഇഷ്യൂ ഉണ്ട്. പുള്ളിക്കാരുടെ വൈഫുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് അത്യാവശ്യം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു സന്ധ്യയ്ക്കായി ചെന്ന് ഒരു 7 മണിയാകും ചെല്ലുമ്പോൾ ഇങ്ങനെ പുള്ളിക്കാരനോട് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഞാൻ വൈഫ് ഒരു കട തുടങ്ങിയായിരുന്നു ആശ്രാമ മൈതാനത്ത്. കട തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ടൗണിലുള്ള എൻ്റെ പയ്യനുമായിട്ടാണ്, ഹനീഷ് എന്ന് പറഞ്ഞ പയ്യനുണ്ട് കട തുടങ്ങിയത്. പപ്പരായണ്ണന് വലിയ താല്പര്യമില്ലായിരുന്നു. ഈ കട ആ പയ്യനെ ഒഴിവാക്കണം, കട നീ ഒറ്റയ്ക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഞാൻ വന്ന് കടയിരിക്കാം എന്നുള്ള അഭിപ്രായത്തിൽ. അങ്ങനെ ഈ 2 ദിവസം മുമ്പ് അങ്ങാണ്ട് ഈ ഹനീഷ് പറഞ്ഞ പയ്യനുമായിട്ട് അങ്ങാണ്ട് ആ കടയെ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ ചെറിയൊരു വാക്കുതർക്കങ്ങളൊക്കെ കൈവെപ്പൊക്കെ ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വളരെ വിഷമത്തോടെ എന്നെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, ഞാനും തിരിച്ചു, അങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ ഞാൻ രാത്രി എല്ലാം പറഞ്ഞ് തീർത്ത് അങ്ങനെ ഞാൻ ആ പയ്യനെ വിളിക്കുകയും ചെയ്തു ഫോണിൽ. ഈ ഗണീഷ് എന്ന് പറഞ്ഞ പയ്യനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു പപ്പരാണ് അദ്ദേഹത്തിന് വൈഫുമായിട്ട് കട തുടങ്ങുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് ഒന്നീ ഇദ്ദേഹം കട മൊത്തത്തിൽ ഏറ്റെടുക്കണം, ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇവർ കൊടുക്കാൻ തയ്യാറാണ്, ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് വൈകിട്ടൊരു 3 മണിയോടുകൂടി എന്നെ ഈ പപ്പരായണ്ണനും വൈഫും കൂടെ കുട്ടിത്തൊന്ന് വിളിച്ചു. ഞങ്ങളങ്ങനെ കടയിൽ വന്നു സംസാരിച്ചു, പയ്യനോട് സംസാരിച്ചു. വാക്കുതർക്കോ പ്രശ്നങ്ങളൊന്നും അവിടെ വെച്ചുണ്ടായില്ല. എനിക്ക് 1,49,245 അങ്ങനെ കണക്ക് പറഞ്ഞു. എനിക്ക് ഇത്ര ചിലവായിട്ടുണ്ട്, ആ പൈസ അന്ന് ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞു. ഈ വാടക ഉൾപ്പെടെയാണ്, കൊടുത്ത വാടക ഉൾപ്പെടെയാണ് പുള്ളി പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞെങ്കിൽ ശരി, അങ്ങനെ ഒരു കാര്യം ചെയ്യും. പപ്പരായണ്ണൻ എന്ന് പൈസ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പപ്പരായണ്ണൻ പറഞ്ഞു 15-ാം തീയതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. 15-ാം തീയതി പൈസ കൊടുത്താൽ 15-ാം തീയതി പൈസ എടുത്തുള്ളെങ്കിൽ ഞാൻ 15-ാം തീയതി വരെ കട തുടരുമെന്ന് പറഞ്ഞു പുള്ളി. അന്നേരം പപ്പരായണ്ണൻ പറ്റത്തില്ല, കടയിൽ നിന്ന് മാറണം, ഞാൻ പൈസ 15-ാം തീയതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനം അത് 10-ാം തീയതിയാക്കി പൈസ കൊടുക്കുന്നത്. 10-ാം തീയതി ആക്കിയപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്യും, കട ഇവരെ ചേച്ചി നടത്തിക്കോട്ടെ, ഞാൻ പക്ഷേ കട നോക്കി നടത്താൻ വേണ്ടി ഞാൻ വരും, കാര്യം എനിക്ക് 10-ാം തീയതി പൈസ കിട്ടിയതിന് ശേഷം പൂർണ്ണമായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. ശരി, അത് എഗ്രി ചെയ്തു, വാക്കാൽ പറഞ്ഞ് എഗ്രി ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പിരിയുന്നത് 4 മണിക്ക്, ഒരു 3-3:45 അവിടെ നിന്ന് പിരിയുന്നു. ഈ അല്ല ചേച്ചി ഈ കട നടത്താൻ വേണ്ടി കൊല്ലത്ത് ഈ ചെമ്മാമുക്കിലൊരു വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു. കുറച്ച് ദിവസമായിരുന്നു എടുത്തിട്ട്. അന്നേരം ആ വീട്ടിൽ വന്ന് ഞാൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല, തിരിച്ച് കൊട്ടിയത്ത് വന്നു പോയി കടയിൽ നിൽക്കാം. അന്നേരം നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങളോടെ കൊണ്ടുവന്നില്ല, ഫാനും ഒരു ഗ്യാസ് കുറ്റിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ഈ കാറിൽ കയറ്റി ഞങ്ങൾ തിരിച്ച് പോവുകയും ചെയ്തു. ഒരു 4 മണിയോടെ ഞങ്ങൾ മോള് സ്കൂളിൽ നിന്ന് വരുന്ന സമയമായതുകൊണ്ട് ഓടി പെട്ടെന്ന് എത്തി. ഈ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം വിഷയത്തിൽ പറഞ്ഞാൽ ഈ പപ്പരായണ്ണന് ഈ വൈഫുമായിട്ട് ഈ സുഹൃത്തുമായിട്ട് കട നടത്തുന്നതിന് താല്പര്യമില്ല. വൈഫും സുഹൃത്തും കൂടെ ഈ സുഹൃത്തിനെ ഒഴിവാക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ടേ പപ്പരായണ്ണൻ പറയുന്നുണ്ട്. കാര്യം എന്തൊക്കെ പപ്പരായണ്ണൻ്റെ അടുത്ത് കുറേ പരാതികൾ പറഞ്ഞിരുന്നു, വാക്കാൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് തെളിവില്ലാത്തതുകൊണ്ട്, വിശ്വസനീയമാല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഈ പയ്യൻ വേറൊരു വണ്ടിയിലായിരുന്നു തൊട്ട് മുമ്പിൽ. ഈ കടയിലെ സ്റ്റാഫായിരുന്നു, സോണിയായിരുന്നു ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അന്നേരം ഈ പയ്യനോട്ട് സംസാരിച്ച് പിരിയുന്ന സമയത്താണ് പപ്പരായണ്ണൻ വന്ന് ഇത് ചെയ്യുന്നതെന്നാണ് സോണി എനിക്കിപ്പോൾ പറഞ്ഞത്. സോണി കൂടെ ഉണ്ടായിരുന്നു. സോണിക്ക് ചെറിയ പൊള്ളലുണ്ട്. സോണി ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്.